എന്നെ കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് എണീക്കലില്ല. അതുവരെ പ്രശ്നം ഭയങ്കരാണ്. സംഭവം അസുഖമല്ലെങ്കിൽ ഇയാളെ കൂട്ടല്ലോ മുപ്പര് പണിക്ക്. മൂന്നാളൂടി ഇവിടെ നല്ല ചർച്ചയിലാണല്ലോ. പണിയുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ അനുസരിക്കാം. എനിക്ക് 2 പണിക്കാർ കിട്ടണോ? ഞാനിപ്പോ അതിനിങ്ങനെ അന്വേഷിച്ച് വന്ന അപ്പൊ അങ്ങാടിയിൽ വന്നപ്പോ എന്നോട് കുമാരേട്ടൻ പറഞ്ഞു ഓല് 2-3 ആളുണ്ട്, ഓല് നല്ല പണിക്കാരാണ്. അപ്പൊ അങ്ങനെ നിങ്ങളെ പറ്റിയാ പറഞ്ഞേ, നല്ല പണിക്കാരാണ്. കുമാരേട്ടനാ പറഞ്ഞേ, എനിക്ക് അറിയൂല എന്താണ് ഉത്തരവ് അങ്ങനെ പറയാൻ കാരണം. എനിക്ക് അങ്ങനത്തെ പണിച്ചിനെ കൊണ്ടാവുകയല്ല. പണിയെടുക്കാന്ന് പറഞ്ഞാലിപ്പോ അങ്ങനത്തെ പണിക്കൊന്നും എന്നോട് പണിയെടുക്ക ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നിങ്ങളൊക്കെ കല്യാണം കഴിച്ച ആൾക്കാരല്ലേ? അപ്പൊ ഇങ്ങനെ ഉള്ളിലേക്കുള്ള ഞമ്യം ഇതൊക്കെ എന്താ ചെയ്യല്? ഏർപ്പിന്റെ അസുഖമാകുമ്പോ വലിയ അസുഖമാണല്ലേ? ഇല്ല അല്ലേ? ഇവര് എന്തെങ്കിലുമൊക്കെ ഇയാൾക്ക് വരാൻ പറ്റുമോ? പണി കുറച്ച് വിറകൊക്കെ കീറിയിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞ് വിറകുരെ കൊണ്ടുപോയി ഒന്ന് അട്ടിക്ക് ഒന്ന് വൃത്തിയാക്കി വെക്കണം. നിങ്ങൾ പണിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ വിറക് കീറിട്ട വിറകാ? കീറിട്ട വിറകാണ്. ചതലൊക്കെ പിടിച്ചിരുന്നു. വിറകാണല്ലോ, വേസൊക്കെ ചെതലൊക്കെ ഉണ്ടാവുകയില്ല. അതൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ട് എടുത്ത് കൊണ്ടൊക്കെയാണ് അത്രയും പണി. നോക്കാം കേട്ടോ, നിങ്ങൾക്ക് ചൊറിച്ചിലിന്റെ അസുഖമുണ്ട് അല്ലേ? എന്നാ പിന്നെ അതിന് ഞാൻ വേറെ ആരെയും വിളിച്ചോളാം. വേറെ ഒരു പണി ഉണ്ടായി. പണി കിട്ടുമ്പോ കാലിന് ചൊറിച്ചിലാണ്, മേലിപ്പോ ചൊറിച്ചിലാന്ന് പറഞ്ഞു. അല്ല, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാനൊരു 3-4 ബംഗാളികളെ പണിക്ക് വിളിക്ക പോലെ മേശയായി 3 ആൾക്ക് നിൽക്കാൻ പറ്റും. പറ്റൂല. അല്ല, 3 ആളും വന്നോളി. അതെങ്ങനെ നോക്കി നിക്കുമ്പോ എന്താവും അറിയോ? ഇത് വെയിലൊന്നും കൊള്ളണ്ട. അതിന് പന്തലൊക്കെ ആടൊന്നും വെച്ചാൽ മതി. അതിന് സെറ്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പോലെ കൂലിനേക്കാണ് മൂർത്തി അധികം ഞങ്ങളിതാ പറഞ്ഞ് തീർക്കാത്ത. അത് മാത്രല്ല, പൂവൻകൊല ഉണ്ടില്ല നിങ്ങൾ? പൂവൻകൊല നല്ല നാടന്. നമ്മളെ ഈ പാലക്കാട് ഞാൻ പറഞ്ഞു കേക്കി. അപ്പൊ നിങ്ങൾക്കൊരു നിക്കാനായിട്ട് ഒരു ഷെഡ് അവിടെ ഉണ്ട്. ആ ഷെഡിൽ 2-3 കൊല ഇങ്ങനെ ഞാൻ കെട്ടി തൂക്കും, പഴുത്ത് നല്ല കൊല. കാരണം എനിക്ക് ഇഷ്ടം പോലെ അവിടെ വാഴണ്ട്, അതിലൊക്കെ കൊലയുണ്ട്. അപ്പൊ കുറച്ച് അവിലും കുറച്ച് ശർക്കരയും ചെറിയ ഉള്ളിയൊക്കെ അതും ഇങ്ങനെ ഉണ്ട്. അതെങ്ങനെ ഇരിക്കുക, അതിങ്ങനെ ഇരിഞ്ഞിട്ട് ഇതെല്ലാം കൂടി കൂട്ടി ഞെവിണ്ട് അങ്ങനെ തിന്നുക, വെള്ളം ഇങ്ങനെ കുടിക്കുക, അതിനൊക്കെ നിങ്ങൾക്ക് ആവുമോ? അധികം പ്രശ്നമില്ല. അതിനൊന്നും നമുക്ക് അത്ര വേർപ്പിന്റെ പ്രശ്നങ്ങളില്ലാത്ത നമുക്ക് കഴിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇയാൾക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല, കഴിക്കുമ്പോ ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് നല്ല പായൊക്കെ വിരിച്ചാണ്ട് തലക്കാണി ഒരു ഫാനും ഒക്കെ വെച്ച് എങ്ങനെയുണ്ട്? അങ്ങനെ പറ്റിയല്ലോ. റെഡിയല്ലേ? മേശരിപ്പണി വേണല്ലടാ അങ്ങക്ക്. വേർപ്പിന്റെ അസുഖം, ചൊറിച്ചിലിന്റെ അസുഖം. എങ്ങനെയാ നമ്മളെ നാട് നന്നായത്? ഈ ജായി പണ്ടായിരത്തിലല്ലേ നമ്മളെ നാട്ടിലൊക്കെ. പണിക്കാരാണ്.